നമ്മുടെ വിദ്യാദാനവും അന്നദാനവും രണ്ടാം ദിവസം നടക്കുകയാണ്. കുട്ടികൾ അടുത്തിരുന്നാൽ തീർച്ചയായും അവർ തോണ്ടുകയും പിച്ചുകയും ക്ലാസ്സിൻ്റെ അന്തരീക്ഷത്തെ തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടികളെ അകന്നിരിക്കാൻ രാവിലെ പറഞ്ഞു. അപ്പോൾ രണ്ടുപേര് പിണങ്ങിപ്പോയി രണ്ടുപേരിൽ ഒരാൾ തിരിച്ചു വന്നു. വീണ്ടും അവിടെ കുട്ടികൾ ഇപ്പോൾ അടുത്തിരിക്കുകയാണ്. അതിൽ ആ പ്രതിൽ അതിൻ്റെ ഇപ്പുറത്തുള്ള കുട്ടി പുറത്ത് ആ ബാഗിൽ പോയിരിക്കും. അകന്നിരിക്കണം കേട്ടോ. രണ്ടുപേരും അകന്നിരിക്കണം. ഇനി ഇവിടെ അവനെ വിളിക്ക് അവനിങ്ങോട്ട് വാ. നീ എഴുന്നേക്ക്. നീ അറ്റത്ത് പോയിരിക്കും. അവനിങ്ങോട്ട് വാ. അതായത് അകന്നിരിക്കാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒതുങ്ങി ഇരുന്നുള്ള ശീലമില്ല. അത് പൊതുവെ കുട്ടികൾ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. തോണ്ടുക, പിച്ചുക, മാന്തുക, എന്തെങ്കിലും പറയുക, അത് പൊതുവെ അങ്ങനെയാണ്. അത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ അകറ്റിയിരുത്തുന്നത്, കുറച്ച് നേരം സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കും ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ബിജിത്തലാൽ എന്നല്ലേ പേര്? നിനക്ക് ഒതുങ്ങിയിരിക്കാനുള്ള ശീലം വളരെ കുറവാണ്. അതുകൊണ്ട് ഒതുങ്ങിയിരിക്കാൻ പരിശീലിക്കണം. അതേ നിവൃത്തിയുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. നീ നേരെ നോക്കി ഇവിടെ പറഞ്ഞില്ലേ, വേറെ എന്തിനാണ് വിളിച്ചത്? ഇതെന്തിനാണ് ആദ്യം പറയുന്നത് വെച്ചാൽ, പൊതുവേ കുട്ടികൾക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്ന ശീലമില്ല, ഇരിക്കപ്പുറത്തി ഇല്ല എന്നർത്ഥം. അത് എന്താണെന്ന് വെച്ചാൽ, പല കുട്ടികളും രഹസ്യമായിട്ട് കള്ളു കുടിക്കുന്നുണ്ട്. രഹസ്യമായിട്ട് കള്ളു കുടിക്കുകയും ബീഡി വലിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഒതുങ്ങിയിരിക്കാൻ പറ്റാത്തത്. ഇവിടെ ഒതുങ്ങിയിരിക്കുന്നില്ല എന്ന് കണ്ടാൽ അതിൽ നിന്ന് മനസ്സിലാക്കണം, ആ ഒതുങ്ങിയിരിക്കാൻ പറ്റാത്ത കുട്ടികൾ രഹസ്യമായിട്ട് കള്ളു കുടിക്കുകയും ബീഡി വലിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കള്ളു കുടിക്കുകയും ബീഡി വലിക്കുകയും ചെയ്യുന്ന കുട്ടികൾ ഇവിടെ വന്നിരുന്നാൽ, ഇത് ഒതുങ്ങിയിരുന്ന് ക്ലാസ് കേൾക്കുന്നവരുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഈ ക്ലാസ് എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളറിയാതെ തന്നെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്താ വെച്ചാൽ, നിങ്ങളോട് തന്നെ പറയണം, ഒതുങ്ങിയിരിക്കണം എന്ന് പറയണം. ക്ലാസ് കേൾക്കണം, ഇത് പഠിക്കണം, ഇത് ചിന്തിക്കേണ്ട വിഷയമാണ് എന്ന് പറയണം. ഇപ്പം ഇവിടെ എന്താ പേര്? സുരാഗ് കുറേ കാലങ്ങളായിട്ട് ക്ലാസ് കേൾക്കാനൊക്കെ വരുന്ന ആളാണ്. കുറേയൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു തുടക്കമായിട്ട് ഇദ്ദേഹത്തിന് കുറച്ച് നേരം ഒരു ചെറിയൊരു പ്രഭാഷണം, ഒരു ക്ലാസ് നടത്താൻ ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെയൊക്കെ ഈ ചുറ്റുപാടുള്ളത് കുടുംബജീവിതമാണ്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ 2-3 മക്കൾ, ഇതാണ് കുടുംബജീവിതം. ഒരു വീട്ടിൽ അച്ഛനോ അമ്മയോ 2-3 കുട്ടികളുണ്ടാവും. ഈ ക്ലാസ്സിൻ്റെ ഏകാഗ്രതയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ തോണ്ടുക, പിച്ചുക, വിളിക്കുക ഒന്നും ചെയ്യരുത്, ദയവായി ചെയ്യരുത്. നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാപകർമ്മമാണ് ചെയ്യുന്നത്. പാപകർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ ഭാവിയിൽ കള്ളുകൂടിയന്മാരാകുകയും റോട്ടിൽ കിടന്ന് അടി കൂടി അവിടെ തലമണ്ട പൊട്ടി അവിടെ കിടന്ന് ഞാൻ ചത്തുപോകും, ദുർമരണം കിട്ടും. അതുകൊണ്ട് കള്ള് കുടിച്ച് റോട്ടിൽ കിടന്ന് അടി കൂടി തലമണ്ട പൊട്ടി ചാകാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ തന്നെ ഒതുങ്ങിയിരിക്കാൻ പഠിച്ചോ. ഒരു 7 ദിവസമെങ്കിലും ഒതുങ്ങിയിരിക്കുക. അത് തന്നെ. നിൻ്റെ കാര്യമാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സുരാഗ് ഒരു കാര്യം സംസാരിക്കാൻ പോവുകയാണ്.
ആ ചോദ്യം സുരാഗനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ആ ആൾ സംസാരിക്കേണ്ടത്. വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അതിനെപ്പറ്റി ഇദ്ദേഹം ഒരു 10 മിനിറ്റ് സംസാരിക്കണം. ഇവിടെ സംസാരിക്കും. ഒരു കുടുംബജീവിതം നന്നായിരിക്കണമെങ്കിൽ ആ അന്തരീക്ഷം നന്നായിരിക്കണം, ചുറ്റുപാടും നന്നായിരിക്കണം, പിന്നെ ആ വീട്ടിലെ ഓരോരുത്തരുടെ സ്വഭാവം നന്നായിരിക്കണം. വീട്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? വീട്ടിൽ എന്താ പറയുക, വെള്ളം വേണം, വീട്ടിൽ വെള്ളം വേണം, പിന്നെ ജീവിക്കേണ്ട സാധനങ്ങൾ വേണം. ഞാൻ പറഞ്ഞ മുളക് പൊടി വേണോ? ശരി, മുളക് പൊടി വേണം. പിന്നെ എന്തൊക്കെ വേണം? പിന്നെ ഭക്ഷിക്കാനുള്ള ഭക്ഷണ വസ്തുക്കൾ വേണം, TV വേണം, ഫ്രിഡ്ജ് വേണം, അങ്ങനെ ഒരുപാട് അത്യാവശ്യ സാധനങ്ങൾ വേണം. പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പ് പോരാ. അതൊരു മുതിർന്ന കുട്ടിയായതുകൊണ്ടാണ് അവനോട് ഞാനത് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഒരു വീട് മുന്നോട്ട് പോകണമെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഒരാൾ പറഞ്ഞു മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, അരി വേണം, ചോറ് വേണം, ചോറ് വെക്കണ പച്ചക്കറികൾ വേണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് ചോദിച്ചാൽ, ഇത് ഒരു വീട്ടിൽ ഇവിടെ നോക്കുക, ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ കൺമുമ്പിൽ കാണാത്ത പല കാര്യങ്ങളും അവിടെ ആവശ്യമുണ്ട്, പക്ഷെ അതിനെപ്പറ്റി പലരും അറിയുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഠിക്കണം. അപ്പോൾ ഞാനൊരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഇപ്പോൾ കാക്ക എന്ന് പറയുന്നൊരു ശബ്ദം, കാക്ക എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ട്, കേട്ട് പരിചയമുണ്ട്. ഇവിടെ സ്വാമിജി മോക്ഷത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ മോക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കാക്കയെ കാണുന്നത് പോലെ മോക്ഷത്തെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്കറിയാം. അത് കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ്. ഇനി ആ വീടിൻ്റെ അകത്ത് താമസിക്കുന്നവർക്ക് മോക്ഷസുഖം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ അങ്ങനെ ആരും ചിന്തിക്കാറില്ല. സാധാരണഗതിയിൽ ഒരു വീട്ടിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ശാന്തിയുണ്ടോ, മോക്ഷസുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെയൊന്നും സാധാരണഗതിയിൽ ആരും ചിന്തിക്കാറില്ല. സാധാരണ ഒരു വീട് സുഖകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ വീട്ടിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ, ആഹാരം പാചകം ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഗ്യാസ് വേണം, ഫോണ് വേണം, ടെലിവിഷൻ വേണം, ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ ഇതെല്ലാം കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ്. ഇനി ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ശാന്തിയുണ്ടോ, മോക്ഷസുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ, അത് പലപ്പോഴും ഇല്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അത്
അത് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, അതെന്താണ്, അതിനെപ്പറ്റിയൊക്കെ പഠിച്ച് മനസ്സിലാക്കണം. ഞാൻ വേറെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. അത് സംസ്കൃതത്തിലുള്ളതാണ്. നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു ശബ്ദം മാത്രമായിട്ടേ അത് കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് വിശദീകരിച്ചാൽ കുറച്ചൊക്കെ മനസ്സിലാവും, അത് ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഉപനിഷത്തിലുള്ള ഒരു വാക്യം പറയുകയാണ്, സർവം ഹി ഏതദ് ബ്രഹ്മ. സംസ്കൃതത്തിലുള്ള ഒരു വാക്യമാണ് സർവം ഹേതദ് ബ്രഹ്മ, സർവം ഖലു ഇതം ബ്രഹ്മ എന്നും പറയും. അങ്ങനെ ഒരു വാക്യമുണ്ട്. മാണ്ഡവ്യ ഉപനിഷത്തിൽ പറയുന്നതാണ് സർവം ഹി ഏതദ് ബ്രഹ്മ, സർവം ഹേതദ് ബ്രഹ്മ. സകലതും ബ്രഹ്മസത്യം തന്നെ. സകലതും ബ്രഹ്മസത്യം തന്നെ എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ പറഞ്ഞ കാര്യം മലയാളത്തിൽ പറഞ്ഞു. ഇനി മലയാളത്തിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇനി വിസ്തരിക്കണം. അത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം എന്താണ് പറഞ്ഞത്? സർവം ഹി ഏതദ് ബ്രഹ്മ. സർവം എന്ന് വെച്ചാൽ എല്ലാം, ഹി എന്ന് വെച്ചാൽ തന്നെ, ഏതദ് ഇവിടെ ഉള്ളതെല്ലാം, ബ്രഹ്മ. സർവം ഹി ഏതദ് ബ്രഹ്മ, ഇവിടെ ഉള്ളതെല്ലാം ബ്രഹ്മസത്യം തന്നെയാകുന്നു. ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ, ഇപ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ എന്തൊക്കെയാണ് കാണുന്നത്? നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നത് എന്തൊക്കെയാണോ അതെല്ലാം അവ്യക്തമായിട്ടുള്ള ഒരു സത്യത്തിൽ നിന്ന് വന്നിരിക്കുന്നു. ഒരു വ്യക്തമായ നാമരൂപത്തോടുകൂടി നമ്മുടെ കൺമുന്നിൽ വന്നിരിക്കുന്നു. കസേര വന്നിരിക്കുന്നു, മേശ വന്നിരിക്കുന്നു, മനുഷ്യന്മാർ വന്നിരിക്കുന്നു, ഫാൻ വന്നിരിക്കുന്നു, മൈക്രോഫോൺ വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത്, അപ്പോൾ സർവം എന്ന് പറയുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നതും കാണപ്പെടാത്തതും, ബോത്ത് ഫിസിക്സ് ആൻഡ് മെറ്റാഫിസിക്സ്, ബോത്ത് പെർസെപ്ച്വൽ ആൻഡ് കൺസെപ്ച്വൽ, കൺമുമ്പിൽ കാണുന്നതും കാണപ്പെടാത്തതും എല്ലാം കൂടി ചേർത്ത് സർവം. സർവം ഹി ഏതദ് ബ്രഹ്മ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു വീട് സുഖകരമായിട്ട്, ഒരു കുടുംബജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ സർവം എല്ലാം വേണം. എന്തൊക്കെയാണത്? എല്ലാം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എല്ലാം വേണമെന്ന് പറയുമ്പോൾ പലർക്കും അത് എല്ലാത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് അറിഞ്ഞൂടാ. എന്തുകൊണ്ടാണ്? എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള മൂല്യബോധം ഇല്ല, വാല്യൂ അവെയർനെസ് ഇല്ല. ഇപ്പോൾ ഒരു തീപ്പെട്ടിയുടെ ആവശ്യമുണ്ട്. തീ പിടിപ്പിക്കണമെങ്കിൽ തീപ്പെട്ടി വേണമല്ലോ. അപ്പോൾ ഏറ്റവും ചെറിയൊരു ആവശ്യം, ഒരു വീട് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും ചെറിയ ആവശ്യം ഒരു തീപ്പെട്ടി. അപ്പോൾ തീപ്പെട്ടിയുടെ ആവശ്യമുണ്ട്. ഇനി അങ്ങേറ്റത്തുള്ള ഒരാവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് മോക്ഷം. അതിന് നിർവ്വാണം, മോക്ഷം, നിർവ്വാണം, സമാധി എന്നെല്ലാം പറയും. സമാധാനം, ശാന്തി. അപ്പോൾ ഇത്രയും ചേർത്ത് വച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പഠനം പരിപൂർണമായിരിക്കും. അതാണ് ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു തീപ്പെട്ടിയുടെ ആവശ്യം തൊട്ട് മോക്ഷത്തിൻ്റെ അല്ലെങ്കിൽ നിർവ്വാണത്തിൻ്റെ ആവശ്യം വരെ, ശാന്തി, മോക്ഷം, നിർവ്വാണം എന്നൊക്കെ പറഞ്ഞ ശാന്തി. ശാന്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ മനസ്സിലാക്കേണ്ടത്?
ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, സുഖം, നല്ല സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭൂതി. ഇപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്ന പ്രതിലി, കല്ലെടുത്ത് എറിഞ്ഞ ബിജിത്ത് ലാലി, അവനോട് തന്നെ ചോദിക്കുക ശാന്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ കല്ലെറിയുന്നു, തോണ്ടുന്നു, പിച്ചുന്നു, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് ശാന്തിയില്ല. നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവണമെങ്കിൽ നിങ്ങളതൊക്കെ കേട്ട് പഠിക്കുക. എന്താണെന്ന് അറിയണ്ടേ? ബിജിത്തലാലിന് ഒട്ടും ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക. ഒരു 12:30 1 മണിയാകുമ്പോൾ അങ്ങ് വന്നാൽ മതി. പ്രജിലും അങ്ങനെ തന്നെ. സർവം ഹി ഏതദ് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. ഒരു തീപ്പട്ടിയുടെ ആവശ്യം മുതൽ മോക്ഷസുഖം വരെ. മോക്ഷസുഖം സാങ്കേതികമായിട്ട് വേദാന്തത്തിൽ അതിനെ നിർവാണം എന്ന് പറയും. ഇപ്പോൾ ഒരു തീപ്പട്ടിയുടെ ആവശ്യത്തെപ്പറ്റി നമുക്ക് കൂടുതൽ വിസ്തരിക്കേണ്ടതില്ല. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ്. തീപ്പട്ടിയുടെ ആവശ്യം വരുമ്പോൾ, ഇപ്പോൾ കറണ്ട് പോയി, അടുത്ത് വിളക്കിരിപ്പുണ്ട്, തീപ്പട്ടി ഇരിപ്പുണ്ട്. തീപ്പട്ടി എടുക്കുന്നു, വരയ്ക്കുന്നു, കത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണ്, ഒരു തീപ്പട്ടിയുടെ വില എന്താണ്, അതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ മോക്ഷം എന്താണ്, ശാന്തി എന്താണ്, നിർവ്വാണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി ആധികാരികമായ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് പഠിക്കണം. വല്യമ്മ നമുക്ക് വർത്തമാനം പിന്നെ പറയാം. വല്യമ്മേ നമുക്ക് വർത്തമാനം പിന്നെ പറയാം. അപ്പോൾ ആധികാരികമായ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് പഠിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ പലർക്കും ഈ ഒരു തീപ്പട്ടിയുടെ ആവശ്യത്തെപ്പറ്റി പറയുമ്പോൾ അസ്വസ്ഥതയില്ല. കാരണം അത് നേരിട്ട് മനസ്സിലാകുന്നു. തീപ്പട്ടിയുടെ ആവശ്യം വരുന്നു, തീപ്പട്ടി എടുത്ത് ഉരയ്ക്കുന്നു, കത്തിക്കുന്നു, തീ പിടിപ്പിക്കുന്നു, വിളക്ക് കത്തിക്കുന്നു, അസ്വസ്ഥതയില്ല. പക്ഷെ മോക്ഷം എന്താണ്, അല്ലെങ്കിൽ നിർവ്വാണം എന്താണ്, സമാധി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു അസ്വസ്ഥത, എന്താണ് മനസ്സിലാവുന്നില്ല. സ്വാമി കുറേ ദിവസങ്ങളായി മോക്ഷത്തെ പറ്റി പറയുന്നുണ്ട്. മോക്ഷം എന്ന് പറയുന്നത് ഇതെന്താ സാധനം, ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണോ? അപ്പോൾ അതിനെപ്പറ്റി പഠിക്കേണ്ടി. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വിളക്ക് കത്തിച്ച് വെച്ചു എന്ന് വിചാരിക്കുക. ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ അതിങ്ങനെ കുറേ നേരം കത്തും. ഇപ്പം മണ്ണെണ്ണ വിളക്കാണെന്ന് വിചാരിക്കുക. ആ വിളക്കിൻ്റെ അകത്ത് മണ്ണെണ്ണ ഉണ്ട്. ആ മണ്ണെണ്ണ തീരുന്നത് വരെ, അല്ലെങ്കിൽ അതിൻ്റെ ആ തിരി തീരുന്നത് വരെ അത് കത്തും. അത് കഴിഞ്ഞാൽ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ അണയാൻ തുടങ്ങും. അതായത് അതിൻ്റെ മണ്ണെണ്ണയും തീർന്നു, അതിൻ്റെ ആ തിരിയും കത്തിത്തീർന്നു, എരിഞ്ഞടങ്ങി എന്നർത്ഥം. എരിഞ്ഞടങ്ങലിനെയാണ്, എന്തിൻ്റെ എരിഞ്ഞടങ്ങൽ? നമ്മളുടെ ഉള്ളിലുള്ള കർമ്മവാസനകളുടെ എരിഞ്ഞടങ്ങൽ. ഇപ്പോൾ പ്രതിലിന് അല്പം പോലും ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിശാചിൻ്റെ അസ്വസ്ഥതയുണ്ട്. പിശാച് അവനിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ. അവൻ്റെ ഉള്ളിലുള്ള ദുഷ്ടവാസനകൾ അവനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒതുങ്ങണം, അത് എരിഞ്ഞടങ്ങണം. അത് എരിഞ്ഞടങ്ങിയാൽ മാത്രമേ അവന് ശാന്തി കിട്ടുള്ളൂ. അത് അവൻ തന്നെ തപസ്സിലൂടെ അത് എരിച്ചു കളയണം. അല്ലെങ്കിൽ അവന് വീണ്ടും ജന്മം ഉണ്ടാകുകയും അവന് അടുത്ത ജന്മം പൂച്ചയായിട്ടോ ഒരു പാമ്പായിട്ടോ ഒക്കെ ജനിക്കും. അപ്പോൾ എരിഞ്ഞടങ്ങുക, മോക്ഷം സിദ്ധിക്കുക, നിർവ്വാണ സുഖം അനുഭവിക്കുക എന്നതാണ് അന്തിമ ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും താഴെയുള്ള ലക്ഷ്യം എന്താണ്? ഒരു തീപ്പെട്ടിയുടെ ആവശ്യം, അത് തീർച്ചയായിട്ടും വേണം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുകയോ ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. ഇപ്പോൾ ഛാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നു, നച പുനരാവർത്തതേ, പുനരാവർത്തി ഇല്ലാത്ത, അത് വീണ്ടും ജനിക്കാത്ത മോക്ഷത്തെ
നിർവ്വാണത്തെ പ്രാപിക്കേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണ്? അത് ഇങ്ങനെ വിസ്തരിക്കണം. അതിപ്പോൾ 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് പഠിച്ചു തീരാൻ കഴിയില്ല. സുരാഗ് ദയവായി അറ്റത്ത് വന്നിരിക്കും. നിങ്ങൾക്ക് ഇത് എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഇത് നടത്തുന്നത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സാംസ്കാരിക പശ്ചാത്തലം ഉള്ള ആൾക്കാരല്ല. അപ്പോൾ നിങ്ങളെ തന്നെ മെരുക്കി ഒതുക്കി എടുത്ത് ക്ലാസ് കേൾക്കുക. ഇനി തീരെ ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ചില പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പിന്നെ പോലീസുകാർ വന്ന് നിങ്ങളെ പോലീസ് സ്റ്റേഷനിലായിട്ട് കൂട്ടിക്കൊണ്ട് പോകേണ്ടിയും വരും. തീരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുട്ടികളെ നമ്മളങ്ങനെ കൈകാര്യം ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കും. അങ്ങനെ പോലീസുകാർ വന്ന് കൂട്ടിക്കൊണ്ട് പോകും. പ്രതിലെ പോലീസിനെ വിളിക്കണോ? നിങ്ങൾ ഇതൊക്കെ പറയുന്നത് കേട്ട് പഠിച്ച് നല്ല മനുഷ്യരായി ജീവിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ച ആദ്യം പറയാം. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ചയാണ്. ഈ പ്രതിലിനെ പോലെയുള്ളവർക്ക് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം പറയാം. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അനുസരണയോടുകൂടി ക്ലാസ് കേട്ടിരിക്കുക. ഒരു രാത്രി 10 മണി ഇങ്ങനെ ഒരു ബസ്സിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. സംഭവം നടക്കുന്നത് ഒരു രാത്രി 10 മണി. ഒരു ബസ്സിലൂടെ ഞാനിങ്ങനെ ബസ്സിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബസ്സിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബസ് നിർത്തി. അപ്പോൾ ഒരാൾക്ക് ഇറങ്ങണം. ആ ആൾ എഴുന്നേറ്റു, സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് വണ്ടി നിർത്തി. ആൾ എഴുന്നേറ്റ്, പക്ഷേ അദ്ദേഹം നടക്കാൻ ബുദ്ധിമുട്ട്, കാരണം അയാൾ മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞ് ഇങ്ങോട്ട് വാടാ, ഇറങ്ങടാ. കണ്ടാലൊരു മാന്യനാണ്, അയാളെ എടാ പോടാന്ന് വിളിക്കാൻ തോന്നൂല. ഇറങ്ങടാ. അപ്പോഴേക്ക് ഇയാളിങ്ങനെ ആടി ഇങ്ങനെ നിൽക്കുകയാണ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. പിന്നെ ഒരു വിധത്തിന് കണ്ടക്ടർ അയാളെ ഡോറിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇങ്ങനെ പുറം തിരിച്ച് നിർത്തി ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് അനുസരണയില്ലാത്ത കുട്ടികൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. അപ്പോൾ രാത്രി 10 മണിയായി. അപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ദൂരെ സ്ഥലങ്ങളിൽ എത്തണമല്ലോ, വാഹനത്തിൽ ദൂരെ സഞ്ചരിച്ചെത്തണം. അപ്പോൾ ഇയാൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് തടസ്സം നിൽക്കുന്നു. അങ്ങനെ കണ്ടക്ടർ ആ ഡോറിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുത്തു. അയാൾ അവിടെ മറിഞ്ഞ് വീണ് മിക്കവാറും അദ്ദേഹത്തിൻ്റെ മുഖം പൊട്ടിക്കാണ്. വളരെ ഡബിൾ അടിച്ച് വണ്ടിയും വിട്ടു. ആരും ഒന്നും ചോദിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു ദുർഗതി സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒതുങ്ങിയിരുന്ന് ക്ലാസ്സുകളൊക്കെ കേൾക്കുക. ഇതുപോലെ കണ്ടക്ടറുടെ ചവിട്ട് കിട്ടാതിരിക്കാൻ നോക്കിക്കോ. ഇതൊക്കെ അനുസരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ചവിട്ട് കിട്ടും, ഉറപ്പാണ്. വണ്ടിയിൽ നിന്ന് ആൾക്കാർ ചവിട്ടി ഇറങ്ങും. ഇനി ഞാനിത്ര ആമുഖമായിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒതുങ്ങിയിരുന്ന് ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒതുക്കിയിരുത്താന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആയ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പോൾ സർവം ഹി ഏതത് ബ്രഹ്മ, സകലതും ബ്രഹ്മസത്യം തന്നെ. സകലതും ബ്രഹ്മസത്യം എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്നതും കാണപ്പെടാത്തതും ഉൾപ്പെടും. ഇപ്പോൾ പറഞ്ഞ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? കൺമുമ്പിൽ കാണുന്നതും വേണം, കൺമുമ്പിൽ കാണപ്പെടാത്തതും വേണം.
അപ്പോൾ ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ച് വീട്ടിലെന്തൊക്കെ വേണം, മുളക് പൊടി വേണം, പിന്നെ ഒരാൾ പറഞ്ഞു അരി വേണം, ഒരാൾ ടെലിവിഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൺമുമ്പിൽ കാണുന്നതാണ്. അപ്പോൾ കൺമുമ്പിൽ കാണപ്പെടാത്തത് വേണമെന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോഴാണ് നിങ്ങൾ അസ്വസ്ഥരാകുന്നത്, കൂടുതൽ അസ്വസ്ഥരാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുറച്ച് ഒരു ബലപ്രയോഗത്തിലൂടെ നിങ്ങളിത് കേട്ടിരുന്ന് പഠിക്കണം. നിങ്ങൾ ഇത്തരം കുട്ടികൾ മുന്നിൽ അവർ പോയിക്കോട്ടെ, അവർ അസ്വസ്ഥത കൂടി ഇരിക്കാൻ പറ്റുന്നില്ല. ഇത്തരം കുട്ടികൾ കേട്ടിരുന്നാൽ മതി. അപ്പോൾ കുറച്ച് കുട്ടികൾ, ഇത്രയും കുട്ടികൾ ഇത് ശ്രദ്ധാപൂർവം കേട്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഹാപ്പിയായി. അപ്പോൾ ഉപനിഷത്തിലെ ഒരു വാക്യം, സർവം ഖല്ലിതം ബ്രഹ്മ സർവം ഹി ഏതത് ബ്രഹ്മ സകലതും ബ്രഹ്മസത്യം തന്നെ. അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ, കൺമുമ്പിൽ ആഗ്രഹിക്കുന്നു, അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഫോൺ വേണം, ഇൻ്റർനെറ്റ് വേണം, മോട്ടോർ സൈക്കിൾ വേണം, കാറ് വേണം, നല്ല ബാങ്ക് ബാലൻസ് വേണം, ഇല്ലേ, ലഡു വേണം, ജിലേബി വേണം, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് തരാൻ കഴിയുന്നത് കൂടുതലും കൺമുമ്പിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മോക്ഷശാസ്ത്രം വിസ്തരിച്ച് തരിക, ഇതാണ് ഞങ്ങളുടെ പ്രധാന പരിപാടി. ഞങ്ങളുടെ പ്രധാന പരിപാടി എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോലി അത് തന്നെ, നമ്മുടെ ശാന്തചൈതന്യയുടെ ജോലി അത് തന്നെ, എൻ്റെ ജോലി ഇത് തന്നെ. അദ്ദേഹവും മാഷാണ്, പക്ഷേ അദ്ദേഹം പഠിപ്പിക്കുന്നത് റെക്കോർഡിംഗ് സയൻസാണ്. ശ്രീകുമാർ മാഷ് അല്ലേ, ശ്രീകുമാർ, റെക്കോർഡിംഗ് സയൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അദ്ദേഹത്തിന് സർക്കാർ ശമ്പളം കൊടുക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ശമ്പളമൊന്നുമില്ല, പിന്നെ ഞങ്ങളത് എങ്ങനെ ജീവിക്കും? ഇപ്പം ഞങ്ങൾ ഈ മോക്ഷശാസ്ത്രം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഗുരുദക്ഷിണ തരണം. ഗുരുദക്ഷിണ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 101 രൂപ, 501 രൂപ, 1001 രൂപ, 10,001, ഇങ്ങനെയൊക്കെയാണ്. യഥാശക്തി യഥാവിധി. അപ്പം അദ്ദേഹം റെക്കോർഡിംഗ് സയൻസ് പഠിപ്പിക്കുന്നു, അദ്ദേഹത്തിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നു. പിന്നെ ഇദ്ദേഹം നമ്മുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് നമുക്കൊരു ചെറിയൊരു പൈസയൊക്കെ കൊടുക്കും. അപ്പം ഞങ്ങൾ നിങ്ങളെ മോക്ഷശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ ശാന്ത ചൈതന്യ, ബ്രഹ്മചാരി ശാന്ത ചൈതന്യ, ഞാൻ സ്വാമി അദ്വൈതാനന്ദ നിങ്ങളെ മോക്ഷശാസ്ത്രം പഠിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് തരണം? ഗുരുദക്ഷിണ തരണം. അല്ലാതെ ഞങ്ങളെങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് സർക്കാർ ശമ്പളം തരുന്നില്ല. പിന്നെ ഇനി അഥവാ നിങ്ങൾക്ക് ഗുരുദക്ഷിണ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഭയപ്പെടണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഗുരുദക്ഷിണ തരുന്നതിന് മുമ്പ് വേറെ ആളുകൾ ഗുരുദക്ഷിണ തന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, അത് പോട്ടെ. അത്
ഇത് പോരാത്തത് ഞാൻ തരാം, പോരാത്തത് ഞാൻ തരാം. പോരാത്തത് ഞാൻ തരാം, പോരെ? ആ ആ അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തൊക്കെയാണ് പറഞ്ഞത്? ആ മനുഷ്യനെ ജീവിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ടെലിവിഷൻ വേണം, പിന്നെന്ത് വേണം? കാറ് വേണ്ടേ? കാറ് വേണ്ട, നടന്നു നോക്കോളൂ. പിന്നെന്ത് വേണം? കാറ് മേടിക്കണി വേണ്ടേ? ഒരു കാറ് മേടിച്ചിട്ട് കാറിനെ സഞ്ചരിക്കുക. ബൈക്ക് മതിയാ? പിന്നെന്ത് വേണം? മൊബൈൽ ഫോൺ വേണ്ടേ? മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടോ? അത് വേണം. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വേണം. പിന്നെന്തൊക്കെ വേണം? ആ പിന്നെ വേറെ എന്തൊക്കെ വേണം? വാഷിംഗ് മെഷീൻ വേണ്ടേ? വാഷിംഗ് മെഷീൻ വേണ്ട, തുണിയൊക്കെ കൈ കൊണ്ട് അലക്കിക്കോളും. വാഷിംഗ് മെഷീൻ മേടിക്കണം, വാഷിംഗ് മെഷീൻ വേണം. തുണിയൊക്കെ വാരിയിട്ട് കുറച്ച് സോപ്പ് പൊടിയിട്ട് ബട്ടൺ അമർത്തിയാൽ അതിങ്ങനെ കളകളാന്ന് ഇളകി അഴുക്കൊക്കെ പോവും. അത് വളരെ ആധുനികപരമായിട്ടുള്ള വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കൺമുമ്പിലുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് അധികം പഠിക്കണമെന്നില്ല. ഇപ്പോൾ കൺമുമ്പിലുള്ള കാര്യങ്ങളെല്ലാം കാശ് കൊടുത്താൽ കിട്ടും. ആ പൈസ എങ്ങനെ വരും? അതിന് ജോലി ചെയ്യണം. ജോലി ചെയ്യണമെങ്കിൽ പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ട് അവിടെ അത് ഒതുങ്ങിയിരിക്കും. നീ ഒതുങ്ങിയിരുന്നോ? വെള്ളം കുടിക്കണം? കുടിച്ചോ. അപ്പോൾ
കൺമുമ്പിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരണമെങ്കിൽ അതിന് പൈസ വേണം അല്ലേ? പൈസ കൊടുത്താൽ വാഷിംഗ് മെഷീൻ കിട്ടും, മൊബൈൽ ഫോൺ കിട്ടും, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. ഗുരുദക്ഷിണയുടെ കാര്യം പറഞ്ഞു. ഗുരുദക്ഷിണ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഗുരുദക്ഷിണയൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഗുരുദക്ഷിണയുടെ ആവശ്യമുണ്ടെന്നും അന്നദാനത്തിനൊക്കെ പൈസ ആവശ്യമുണ്ടെന്നും അതിന് വേറെ ആളുകൾ അത് മനസ്സിലാക്കിയിട്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഗുരുദക്ഷിണ തന്നില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും, നിങ്ങൾ തന്നാൽ വളരെ സന്തോഷം. അതാണ് ഗുരുദക്ഷിണയുടെ കാര്യം. ഇപ്പോൾ യോഗം ഭഗവത്ഗീതയിലെ 8-ാം അധ്യായം യോഗം. ഇവിടെ യോഗം എന്ന് പറയുമ്പോൾ ബ്രഹ്മസത്യത്തിൻ്റെ പരമമായിട്ടുള്ള പരമമായിട്ടുള്ള സുപ്രീംലി ഇംപെരിഷബിൾ, നശിക്കാത്തത്. സുപ്രീംലി ഇംപെരിഷബിൾ, നശിക്കാത്തതിനെയാണ് പരമമായിട്ടുള്ള ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ കൺമുമ്പിലുള്ളത് ബ്രഹ്മൈവേദം അമൃതം പുരസ്താത്. ബ്രഹ്മൈവേദം അമൃതം പുരസ്താത്. ഇപ്പോൾ കൺമുമ്പിലുള്ള അമൃതമായ നശിക്കാത്ത ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ ഇതൊരു താൽക്കാലികമായ ഒരു സത്യം, ഒരു താൽക്കാലിക ബ്രഹ്മസത്യം. പരമമായ ബ്രഹ്മം അതാണ് ഒരിക്കലും നശിക്കാത്തത്. കൺമുമ്പിലുള്ള സത്യങ്ങൾ ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ചെറിയ ചെറിയ സത്യങ്ങൾ, ഇതൊക്കെ ഉണ്ടായി നിന്ന് മറഞ്ഞു പോകുന്നു. ഇതും ഒരു സത്യമാണ്. ഇനി ഒരിക്കലും നശിക്കാത്ത സത്യത്തെപ്പറ്റി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പരബ്രഹ്മം. അത് ടെക്സ്റ്റ് ബുക്കുകൾ, ശബ്ദപ്രമാണങ്ങൾ വെച്ചേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ വഴികളൊന്നുമില്ല. പല കാര്യങ്ങളും അങ്ങനെയാണ്. പല കാര്യങ്ങളും അതിൻ്റെ ആധികാരികമായിട്ടുള്ള ശബ്ദപ്രമാണങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചിട്ട് നമുക്ക് വിസ്തരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ വേറെ വഴികളൊന്നുമില്ല. മൂന്ന് ശ്ലോകങ്ങൾ വിസ്തരിച്ചു ഇന്നലെ. ഇന്ന് 4 തൊട്ട് ഏതാനും ശ്ലോകങ്ങൾ വിസ്തരിക്കും. അതിഭൂതം ക്ഷരോഭാവഃ പുരുഷശ്ചാദിദൈവതം അധിയജ്ഞോ അഹമേവാത്ര ദേഹേ ദേഹഭൃതാംബരാം. ക്ഷരഭാവ അധിഭൂതം, നശ്വരമായ ഭാവം അധിഭൂതമാകുന്നു. അപ്പോൾ അധിഭൂതം എന്താണെന്ന് ചോദിച്ചു. നശിക്കാത്ത ഒരു സത്യത്തിൽ നശിക്കുന്ന ഒരു താൽക്കാലിക സത്യം ഉണ്ടാകുന്നു. നമ്മളൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു താൽക്കാലിക സത്യമാണ്. അപ്പോൾ നിത്യമായിട്ടുള്ള നശിക്കാത്ത ഒരു സത്യത്തിൽ നിന്നും നമ്മളൊക്കെ നശിക്കുന്ന വല്യമ്മ പിന്നെ സംസാരിക്കാം. അപ്പോൾ നശിക്കാത്തൊരു സത്യത്തിൽ നിന്നും നമ്മളൊക്കെ ഒരു നശിച്ചു പോകുന്ന ഒരു താൽക്കാലിക സത്യം ഉണ്ടായി വന്നിരിക്കുന്നു. അതിനെയാണ് അതിഭൂതം. നശ്വരമായ ഭാവം അധിഭൂതമാകുന്നു. പുരുഷശ്ച അതിദൈവതം, പുരുഷ ശരീര മനോബുദ്ധികളിൽ വർത്തിക്കുന്ന
ശക്തിവിശേഷം അധിദൈവമാകുന്നു. നമ്മളെല്ലാം ഇരിക്കുന്നത് ഒരു ചൈതന്യ വിശേഷത്തോടു കൂടിയാണ്. പുരുഷശ്ച അധിദൈവതം, പുരുഷൻ ശരീരമനോബുദ്ധികളിൽ വർത്തിക്കുന്ന ശക്തിവിശേഷം അധിദൈവമാകുന്നു. അപ്പോൾ അധിദൈവം എന്താണെന്ന് ചോദിച്ചു. നമ്മളെല്ലാം ഒരു ചൈതന്യ വിശേഷത്തോടു കൂടി ഇരിക്കുന്നു. അതിനെ പുരുഷഃ ച അധിദൈവം. ഈ ദേഹത്തിൽ ഞാൻ തന്നെയാണ് അധിയജ്ഞൻ. യജ്ഞം ചെയ്യുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. അധിയജ്ഞൻ അതും നമ്മളിൽ തന്നെ ഇരിക്കുന്നു. ഉത്പത്തി നാശം എന്നിവയുള്ള എല്ലാ വസ്തുക്കളും അധിഭൂതം. അപ്പം നമ്മളൊക്കെ ഒരു പ്രത്യേക സമയത്ത് ഉണ്ടായി കുറച്ചു കാലം ഇവിടെ നിലനിൽക്കുന്നു, പിന്നെ മറഞ്ഞു പോകുന്നു. അതെന്താണ്? ഉത്പത്തി നാശം എന്നിവയുള്ള എല്ലാ വസ്തുക്കളും അധിഭൂതം. ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അനുഗ്രഹമായി വർത്തിച്ച് അവയെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിവിശേഷമത്രേ അധിദൈവം. ശരീരത്തിൽ അന്തര്യാമിയായി വർത്തിക്കുന്ന പരമാത്മാവ് തന്നെ അധിയജ്ഞൻ. നമ്മുടെ ഉള്ളിൽ തന്നെ പരമാത്മാവായി ഞാനെന്നുള്ള ബോധം എപ്പോഴും സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അധിയജ്ഞൻ ജഡോപാധികളെയും ഇന്ദ്രിയ മനോബുദ്ധികളെ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷമായും അറിയപ്പെടുന്നതെല്ലാം സർവ അന്തര്യാമിയായ പരമാത്മാവ് തന്നെയെന്നും ഏകമായ സദ്വസ്തു അതുമാത്രമാണെന്നും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ശ്ലോകം 5. അന്ധകാലേ ച മാമേവ സ്മരന്മുക്തോ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. 5-ാമത്തെ ശ്ലോകം. യഹ അന്ധകാലേച്ച, യാതൊരുവൻ മരണസമയത്തും. ഈ അന്ധകാലം എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അന്ധകാലം എന്ന് പറയുന്നത് ഈ മരണത്തിന് പകരം വയ്ക്കാനുള്ള സുരാഗേ, ക്ലാസ് കേൾക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ കളിക്കാതെ കേട്ടിരിക്കുക. സുരാഗിന് ഒരു അന്ധകാലം ഉണ്ടാവും, മരണകാലം. പക്ഷെ വാസ്തവത്തിൽ മരണകാലം എന്ന് പറയുന്നത് ശരിയല്ല. കാരണം മരണത്തിന് പകരം വയ്ക്കാനുള്ളതാണ് മോക്ഷം അല്ലെങ്കിൽ നിർവ്വാണം എന്ന് പറയുന്നത്. ഒരു നിർവ്വാണത്തിലേക്കുള്ള യാത്ര, മോക്ഷത്തിലേക്കുള്ള യാത്ര, സമാധിയിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു യാത്ര, അതിനെയാണ് അന്ധകാലം എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സുരാഗിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം അത് തീർച്ചയായിട്ടും ഉണ്ട്. സുരാഗ് എന്ന് പറയുമ്പോൾ ഈ സുരാഗിനെ പോലെയുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് അതിനകത്ത് പറയാൻ പോകുന്നത്. അന്ധകാലേ ച മാമേവ സ്മരന്മുക്ത്വാ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. അന്ധകാലേച്ച, അപ്പോൾ അവസാന കാലഘട്ടത്തിൽ, അതായത്
ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പോകുന്ന സമയത്ത്. മാമേവ സ്മരൻ, എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട്, അതായത് ദൈവത്തിനെ സ്മരിച്ചുകൊണ്ട്. കളേബരം മുക്തോ പ്രയാതി, ശരീരം ഉപേക്ഷിച്ചു പോകുന്നുവോ. സഹ മദ്ഭാവം യാതി, അവൻ എൻ്റെ അവസ്ഥയെ പ്രാപിക്കുന്നു. അത്ര സംശയം നാസ്തി, ഇക്കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞാൽ മോക്ഷശാസ്ത്രമൊക്കെ അധ്യയനം ചെയ്ത് മോക്ഷത്തിലേക്ക് പോകുന്ന അവർ മോക്ഷം തന്നെ പ്രാപിക്കും. അവർക്ക് പിന്നെ ഈ മരണം എന്ന് പറയുന്ന ഏർപ്പാടുണ്ടാവില്ല. സാധാരണ ആളുകളൊക്കെ മരിച്ചു പോകുന്നു അല്ലേ, സാധാരണ അങ്ങനെ മരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ന ആൾ മരിച്ചു, ഇന്ന വല്യമ്മ മരിച്ചു, ഇന്ന അപ്പൂപ്പൻ മരിച്ചു. ഇനി മരിച്ചു എന്നുള്ളതിനൊരു തെളിവ് അതെന്താണ്? അത് സർക്കാർ തരും. ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന അസുഖം പിടിപെട്ട് മരിച്ചു, മരണ സർട്ടിഫിക്കറ്റ്. മരണ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? സർക്കാർ തരുന്നു. സർക്കാർ, അത് ഭാരത സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ ഇവിടെ വില്ലേജ് ഓഫീസ്, ഇങ്ങനെയൊക്കെയുള്ള സർക്കാർ ആസ്പത്രി, ഇങ്ങനെയൊക്കെയുള്ള സർക്കാർ തരുന്നു എന്ന് പറയാം. സർക്കാരിന് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് എന്താണ്? സർക്കാരിന് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് എന്താണ്? മരണ സർട്ടിഫിക്കറ്റ്. പക്ഷെ ഞങ്ങളിവിടെ നിന്ന് കൊടുക്കുന്നത് മരണ സർട്ടിഫിക്കറ്റ് അല്ല. ഞങ്ങളിവിടെ നിന്ന് കൊടുക്കുന്നത് ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് വെച്ച് നിർവ്വാണമടഞ്ഞു, മോക്ഷമടഞ്ഞു, മോക്ഷത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ അസ്വസ്ഥരാകുന്നത്. എന്താണ് പറയുന്നത് എന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അസ്വസ്ഥരാകുന്നു. മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥരാകുന്നു. അപ്പോൾ സർക്കാർ നിങ്ങൾക്ക് തരുന്നത് എന്താണ്? മരണ സർട്ടിഫിക്കറ്റ്. ഞങ്ങളിവിടെ നിന്ന് കൊടുക്കുന്നത് നിർവ്വാണത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ്, മോക്ഷത്തിൻ്റെ സർട്ടിഫിക്കറ്റ്. അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് പഠിക്കുക. കിട്ടും. അന്ധകാലേ ച മാമേവ സ്മരൻ മുക്തോ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. യാതൊരാൾ മരണസമയത്തും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടു പോകുന്നുവോ അയാൾ എൻ്റെ അവസ്ഥയെ പ്രാപിക്കുന്നു, എന്നിൽ ലയിക്കുന്നു, ഇക്കാര്യത്തിൽ സംശയമില്ല. മരണസമയത്തെ ചിന്തകൾ ജീവൻ്റെ അനന്തരഗതി നിർണയിക്കുന്നു. അവസാന കാലങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള സംസ്കാരം അനുസരിച്ചിരിക്കും. ഒരാളുടെ അവസാന കാലത്തെ വാക്കും പ്രവൃത്തിയിൽ നിന്ന് നോക്കിയാലും മനസ്സിലാകും ആ ആളുടെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നതെന്ന്. സൈക്കോ അനാലിസിസ് ചെയ്യണം. അപ്പോൾ ഒരാളൊരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഒരാൾ ഇന്ന കർമ്മം ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ പിന്നിലിരിക്കുന്ന സംസ്കാരം എന്താണ് എന്ന് നമുക്ക് മനഃശാസ്ത്ര അപഗ്രഥനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായ മോക്ഷത്തെ സദ്ഗതി ഉണ്ടാകണമെങ്കിൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് പഠിക്കുകയും ഇതെല്ലാം കേട്ട് പഠിക്കുകയും ശാന്തി അനുഭവിക്കുകയും വേണം, അല്ലാതെ വേറെ വഴിയില്ല.
അന്ധകാലേ ച മാമേവ സ്മരൻ മുക്തോ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. ചെറിയ ചെറിയ കുട്ടികളായതുകൊണ്ട് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ജീവിതത്തിൻ്റെ അവസാനത്തെ പറ്റി ഇപ്പോൾ പറയുന്നത് പ്രസക്തമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുട്ടികൾ അസ്വസ്ഥരാകുകയാണ്. യം യം വാഭിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. 6-ാമത്തെ ശ്ലോകം. കൗന്ദേയ, അല്ലയോ അർജുന, അന്തേ യം യം വാ, അവസാന കാലത്ത്, ജീവിതത്തിൻ്റെ അവസാന കാലത്ത്, അഭിഭാവം സ്മരൻ, ഏതേത് ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണോ, കളേബരം ത്യജതി, ശരീരത്തെ ത്യജിക്കുന്നത്, സദാ തദ്ഭാവഭാവിതഃ, എപ്പോഴും ആ ഭാവത്തെക്കുറിച്ചുള്ള ഭാവനയാൽ, തം തം ഏവി ഏതി, ഏതേത് ഭാവത്തെ തന്നെ പ്രാപിക്കുന്നു. അല്ലയോ അർജുന, അല്ലയോ അർജുന എന്ന് പറഞ്ഞാൽ അല്ലയോ സുരാഗ, അല്ലെങ്കിൽ അല്ലയോ അഭിജിത്തെ, അല്ലെങ്കിൽ അല്ലയോ പ്രതിലേ, അത് തന്നെ സ്വാമി, അല്ലയോ അദ്വൈതാനന്ദ, അതും അത് പെടും. എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. അല്ലെങ്കിൽ അല്ലയോ ശ്രീകുമാർ മാഷ്, അല്ലെങ്കിൽ അല്ലയോ നമ്മുടെ ബ്രഹ്മചാരി ശാന്തചൈതന്യ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന അല്ലയോ വെല്ലുമ്മേ, വെല്ലുമ്മ കേൾക്കുന്നുണ്ടാ? എന്താണ് പറയുന്നത്? അല്ലയോ അർജുന, മരണസമയത്ത് ഏതേതു ഭാവത്തെ, രൂപത്തെ സ്മരിച്ചുകൊണ്ടാണോ ശരീരത്തെ ത്യജിക്കുന്നത്, എപ്പോഴും ആ രൂപത്തെക്കുറിച്ചുള്ള ഭാവന ഹേതുവായിട്ട് ജീവൻ അതാത് രൂപത്തെ തന്നെ പ്രാപിക്കുന്നു. ഇത് കൂടുതലിപ്പോൾ വിസ്തരിക്കുന്നില്ല. അന്തരീക്ഷം ഇത് കുട്ടികളൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. രാവിലെ തൊട്ട് തന്നെ ഒരു ഡിസ്റ്റർബൻസാണ്. അതുകൊണ്ട് ഇത് നാളെ ഇത് ഒന്നും കൂടി വിസ്തരിക്കും. ഇപ്പോൾ ഇത്രയും പറഞ്ഞ് ഇത് ഉപസംഹരിക്കപ്പെടുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.